ഹലോ ഡിയേഴ്സ്, ഇന്നൊരു റിലേഷൻഷിപ്പ് ഗൈഡൻസ് റീഡിംഗ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ലൈഫിനെ കുറിച്ച് ഓർത്തിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പേടി ഉണ്ടായിരിക്കാം നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ കഴിയില്ല. അതായത് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്കായിരിക്കാം. പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അതിൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടൊന്നും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും ഉണ്ടാകില്ല. യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിന്നും പുറത്തു വരണം. അതായത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് ജീവിക്കേണ്ടത്. അതായത് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഇപ്പോഴേ ഓർത്ത് നമ്മൾ വറി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രസൻറ്റ് മൊമെൻറ്റിലെ ആ ഒരു സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ്സാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്യൂച്ചറിനെ ഓർത്ത് നിങ്ങൾ വറി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാവും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നാണ് നിങ്ങൾ പുറത്തു വരേണ്ടത്. അപ്പം നിങ്ങൾക്ക് ആദ്യമുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഒഴിവാക്കുക. നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത്, അതായത് സന്തോഷങ്ങൾ കൊണ്ടുവന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ചെയ്യാത്തതായ ഒരു കാര്യവും ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണില്ല. കാരണം അതൊരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ലഭിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ലഭിച്ചത്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോ സ്റ്റെബിലിറ്റിയോ ഒന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ തളർന്നിരിക്കേണ്ടവരല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ ചെയ്യുക. അതായത് നിങ്ങളുടെ ആത്മാവിനെ സന്തോഷപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ അങ്ങനെ സന്തോഷം കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് സാധ്യമാകുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. കാരണം ഈ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ തളർന്നിരിക്കേണ്ടവരല്ല നിങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് എനിക്ക് ലഭിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ചെയ്താലും ഞാനതെടുത്ത് തലയിൽ വെച്ചോളാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാനതെല്ലാം അക്സെപ്റ്റ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പം നിങ്ങൾ കൂടുതൽ കൊടുക്കുന്നതിനൊക്കെ, അതായത് നിങ്ങൾ കൂടുതൽ സ്നേഹമാണെങ്കിലും നിങ്ങളുടെ സമയമാണെങ്കിലും അതെല്ലാം കൊടുക്കുന്നതിനെല്ലാം നിങ്ങളൊരു ബൗണ്ടറീസ് കീപ്പ് ചെയ്ത് നിൽക്കുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം കൂടുതൽ നമ്മളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയാൽ നമ്മളുടെ എനർജി ആയിരിക്കാം ലോസ് ആവുന്നത്. അവിടെ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടാതാവുന്ന സമയത്ത് നിങ്ങളൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയൊക്കെ ആ ഒരു സമയത്ത് കടന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ കൊടുക്കുന്ന സമയത്തിനും ആ ഒരു സ്നേഹത്തിനുമെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുക. അതായത് ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. ജീവിതാവസാനം വരെ ഈ ഭാരം ചുമന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും? പക്ഷേ ഈ ഒരു വ്യക്തി വിചാരിച്ചാൽ ഈ ഒരു ഭാരം ഇവിടെ ഇറക്കി വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ ഒരു വ്യക്തി അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. ഇത് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് വർക്കാവില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ബർഡൻസ് ഉണ്ടാകും, റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ സൊസൈറ്റി അംഗീകരിക്കാത്തൊക്കെ
ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ. നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടാണെന്ന്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റിലീസ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് അമിതമായ സ്ട്രെസ്സോ ഇമോഷണൽ ബർഡൻസും ഒന്നും കൊണ്ട് നിങ്ങൾക്ക് അധിക ദൂരം പോകാൻ കഴിയില്ലെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം, ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ഈ ഒരു സമയം കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം. അതായത് ഒരുപാട് സ്നേഹം കൊടുക്കുന്നതും ഒക്കെ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാക്കും. കാരണം തിരിച്ച് നമുക്കൊന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വേദനിക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ബൗണ്ടറീസ് കീപ്പ് ചെയ്ത് നിൽക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലൈഫിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഒരാളിൽ മാത്രം ഡിപ്പെൻഡഡ് ആവരുത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് നിങ്ങൾ ഒരുപാട് ഡിപ്പെൻഡഡ് ആയിരിക്കാം. അതായത് ആ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നൊക്കെയുള്ള ഒരു തോട്ട്സ് നിങ്ങൾക്കുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ട് ശ്രമിക്കണം. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണോടുള്ള ആ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഒരു അഡിക്ഷൻ പോലെ മാറിയിട്ടുണ്ടായിരിക്കാം. ആ ഒരു പേഴ്സൺ ഇല്ലാത്ത ലോകത്തെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ ലൈഫിൽ തളർന്നിരിക്കേണ്ടവരല്ലെന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് ഇനിയും ദൂരം മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ജീവിതമാകുമ്പോൾ മുന്നോട്ട് പോകാനായിട്ടുണ്ട്. നിങ്ങൾക്കൊരു ലക്ഷ്യബോധമാണ് ഈ ഒരു സമയത്ത് വേണ്ടത്. കാരണം ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ ഒരു സമയം. കാരണം നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാനുണ്ട്, സക്സസ് ആവേണ്ടതുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളിൽ മാത്രം ചുരുങ്ങി പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു സമയം ശ്രദ്ധിക്കണം. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പാസ്റ്റിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സ്റ്റക്കായിരിക്കാം. പാസ്റ്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചറിൻ്റെ ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്. കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചറിൻ്റെ ഡയറക്ഷനിലേക്ക് പോയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ്സും ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്റ്റിനെ ഉപേക്ഷിച്ച് ഫ്യൂച്ചറിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പം ഈ ഒരു സമയം നിങ്ങൾ ഫ്യൂച്ചറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെ വരാൻ പോകുന്ന സാധ്യതകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു ലൈഫ് സൈക്കിൾ, അതായത് നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു ലൈഫ് സൈക്കിൾ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ.